നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തൃശൂർ ക്ലസ്റ്റർ തല ചാരെ പദ്ധതിയുടെ ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചു. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ചു. കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടത്തിവരുന്ന ചാരെ എന്ന തനത് പദ്ധതിയുടെ ഭാഗമായി കൊടകര BRCക്ക് കീഴിൽ വരുന്ന ഭിന്നശേഷി കുട്ടികൾക്കും ഓട്ടിസം കേന്ദ്രത്തിനും ആവശ്യമായ സഹായ സഹകരണങ്ങൾ മാള ക്ലസ്റ്റർ തലത്തിൽ കൈമാറി. ആളൂർ SNB HSSലെ 1955-86 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഒരു വട്ടം കൂടി കൂട്ടായ്മയുടെ 3ാമത് വാർഷികവും കുടുംബസംഗമവും നടത്തി. വാർത്തകൾ വിശദമായി. കേരള സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തൃശൂർ ക്ലസ്റ്റർ തല ചാരെ പദ്ധതിയുടെ ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. വിയൂർ ജില്ലാ ജയിൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ജയിൽ സൂപ്രണ്ട് RP രതീഷ് മന്ത്രിയിൽ നിന്നും 5000 രൂപയുടെ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ജില്ലയിലെ വിവിധ NSS വിദ്യാർത്ഥികൾ നോട്ട്ബുക്ക് ചലഞ്ചിലൂടെ സമാഹരിച്ച തുകയിൽ നിന്നാണ് പുസ്തകങ്ങളും അലമാരയും ആദ്യഘട്ടമായി ജില്ലാ ജയിലിലേക്ക് നൽകിയത്. ജയിലിൽ വായനശീലം മുന്നോട്ട് കൊണ്ടുപോകാനും വായനയിലൂടെ അന്തേവാസികൾക്ക് അറിവുണ്ടാക്കാൻ വഴിയൊരുക്കുന്നതും വളരെ നല്ല പ്രവർത്തനമാണെന്ന് മന്ത്രി പറഞ്ഞു. ഓരോ വ്യക്തിയും ഓരോ പാഠപുസ്തകങ്ങളാണെന്നും അവരെ അടുത്തറിയാനും സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കാനും വിദ്യാർത്ഥികൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുമെന്നും സമൂഹത്തിൽ സാമ്പത്തികമായും മാനസികമായും പിന്നാക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ NSS ഒപ്പമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. NSSന്റെ വിവിധ പ്രവർത്തനങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു. 2024-25 വർഷത്തിൽ വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാമൂഹിക നീതി വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ചാരെ പദ്ധതി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നിർധനർക്കും നിരാലംബരുമായ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും കിടപ്പുരോഗികൾക്കും ആശ്വാസം പകരുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിമെൻഷ്യ സെന്ററിലേക്കും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിവിധ സെന്ററുകളിലേക്കും മറ്റ് പൊതുസ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുവാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ഡിമെൻഷ്യ ബാധിതർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരെ പരിചരിക്കുന്നതിനും പരിഗണന നൽകുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുവാനും ലക്ഷ്യമിടുന്നു. തൃശൂർ ജില്ലാ ജയിലിൽ നടന്ന പരിപാടിയിൽ NSS ജില്ലാ കൺവീനർ MV പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജയിൽ സൂപ്രണ്ട് RP രതീഷ്, ജില്ലാ ജയിൽ വെൽഫെയർ ഓഫീസർ TP സൂര്യ, NSS ക്ലസ്റ്റർ കൺവീനർമാരായ സുഭാഷ് മാത്യു, ER രേഖ, വിവിധ NSS പ്രോഗ്രാം ഓഫീസർമാർ, വിദ്യാർത്ഥികൾ, ജയിൽ അന്തേവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചു. കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി 40 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട 10 ലക്ഷം രൂപ തിരികെ പിടിക്കുന്നതിനായിരുന്നു ആക്രമണം എന്നാണ് പോലീസ് പറയുന്നത്. കയ്പമംഗലം ഫിഷറീസ് സ്കൂളിനടുത്ത് ഇന്നലെ രാത്രി 11:30യോടെയായിരുന്നു സംഭവം. കാറിൽ നിന്ന് 4 പേരടങ്ങുന്ന സംഘം അപകടത്തിൽ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിച്ചുവരുത്തി അരുണിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. ആംബുലൻസിന് പിന്നാലെ ആശുപത്രിയിലേക്ക് എത്താമെന്ന് പറഞ്ഞ് സംഘം മുങ്ങി. ആശുപത്രിയിൽ എത്തുമ്പോൾ അരുൺ മരിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് കയ്പമംഗലം പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് അരുണിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. പാലിയക്കരയിലേക്ക് വിളിച്ചുവരുത്തിയ അരുണിനെയും മറ്റൊരാളെയും കല്ലൂർ, വട്ടനാത്ര എന്നിവിടങ്ങളിലെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് മർദ്ദിച്ച ശേഷം കാറിൽ കയറ്റി വരുന്നതിനിടെയാണ് കയ്പമംഗലത്ത് വെച്ച് ആംബുലൻസ് വിളിച്ച് അതിൽ കയറ്റിവിട്ടത്. ഇതിനു മുൻപായി കയ്പമംഗലത്തെ ഒരു വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചതായും വിവരം കിട്ടിയിട്ടുണ്ട്. മർദ്ദനമേറ്റ ആൾ സംഘത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ മർദ്ദിച്ച 4 പേരും കണ്ണൂർ സ്വദേശികളാണെന്നാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. കണ്ണൂരിലെത്തിയ കയ്പമംഗലം പോലീസ് 4 പേർക്കുമായി അന്വേഷണം ഊർജിതമാക്കി.
വാൽപ്പാറയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. കോയമ്പത്തൂരിൽ നിന്ന് വാൽപ്പാറ സന്ദർശിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥികളുടെ ഇരുചക്ര വാഹനമാണ് രോഗിയുമായി പോയിരുന്ന സ്വകാര്യ ആംബുലൻസുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കോയമ്പത്തൂർ വട്ടമല പാളയം രാമകൃഷ്ണ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ശ്രീകാന്ത് എന്ന 20 വയസ്സുകാരനാണ് മരണപ്പെട്ടത്. സുഹൃത്ത് റോഷനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോയമ്പത്തൂരിൽ നിന്നും 6 പേരടങ്ങിയ വിദ്യാർത്ഥി സംഘം 3 ബൈക്കുകളിലായി ഷോളയാർ ഡാം കാണുന്നതിനായി എത്തിയതായിരുന്നു. ഇതിൽ ശ്രീകാന്തും റോഷനും സഞ്ചരിച്ചിരുന്ന വാഹനം കരുമ്പലം ഭാഗത്ത് വച്ച് ഉരുളിക്കൽ ജനറൽ ആശുപത്രിയിൽ നിന്ന് പച്ചമല എസ്റ്റേറ്റിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ടാറ്റ കോഫിയുടെ ഉടമസ്ഥയിലുള്ള ആംബുലൻസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അമിത വേഗതയിൽ വന്ന ഇരുചക്ര വാഹനം ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവം നടന്ന ഉടനെ നാട്ടുകാർ സ്വകാര്യ വാഹനത്തിൽ ഇവരെ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീകാന്ത് മരണപ്പെട്ടു. റോഷനെ തുടർ ചികിത്സയ്ക്കായി പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആളൂർ ഐനിച്ചിറ റോഡ് റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. ആളൂർ സെന്റ് ജോസഫ് ദേവാലയ വികാരി റവറന്റ് ഫാദർ ജോയ് കടമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് MD ആന്റണി അധ്യക്ഷനായിരുന്നു. രാഖി സേതുനാഥൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. ഷോളി അരിക്കാട്ട് കലാകായിക മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചാലക്കുടി ഇമ്മാനുവൽ കൃപ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് ഓണസദ്യ നൽകുകയും സദനത്തിലേക്ക് 25 കസേരകൾ നൽകുകയും ചെയ്തു. സെക്രട്ടറി ജോൺസൺ KA, വനിതാ കോർഡിനേറ്റർ ലതാ വിജയൻ, ട്രഷറർ EV സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂക്കള മത്സരം, വടംവലി മത്സരം, വിവിധ കലാപരിപാടികൾ, ഗാനമേള, ഓണസദ്യ എന്നിവയുമുണ്ടായി. ആളൂർ SNV ഹയർ സെക്കൻഡറി സ്കൂളിലെ 1985-86 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഒരു വട്ടം കൂടി കൂട്ടായ്മയുടെ 3ാമത് വാർഷികവും കുടുംബസംഗമവും നടത്തി. ഉറുമ്പൻകുന്ന് മുനിസിപ്പൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കുടുംബസംഗമം ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലർ KS സുനോജ് ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ ബാബു മുഖ്യാതിഥിയായിരുന്നു. പ്രസിഡന്റ് മണിലാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK ബാബു സ്വാഗതം പറഞ്ഞു. ഖജാൻജി ജയരാജ് വരവ് ചെലവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. MR സന്തോഷ് വെൽഫെയർ ഫണ്ടിനെക്കുറിച്ച് വിശദീകരിച്ചു. അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച തുക ചടങ്ങിൽ ചികിത്സാ ധനസഹായമായി നൽകി. കൂടാതെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കും മികച്ച വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കും ആദരവ് നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് മണിലാൽ, വൈസ് പ്രസിഡന്റ് ജിംസി, സെക്രട്ടറി PK ബാബു, ജോയിന്റ് സെക്രട്ടറി MR സന്തോഷ്, ഖജാൻജി ജയരാജ്, ഗ്രൂപ്പ് കോർഡിനേറ്റർ റെജിമോൾ, സന്തോഷ് പാട്ടത്തിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടത്തിവരുന്ന ചാരെ എന്ന തനത് പദ്ധതിയുടെ ഭാഗമായി കൊടകര BRCക്ക് കീഴിൽ വരുന്ന ഭിന്നശേഷി കുട്ടികൾക്കും ഓട്ടിസം കേന്ദ്രത്തിനും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ മാള ക്ലസ്റ്റർ തലത്തിൽ കൈമാറി. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. മാള ക്ലസ്റ്റർ കൺവീനർ തോമസ് AA പദ്ധതി വിശദീകരണം നടത്തി. കൊടകര BRC BPC സിന്ധു VB സഹായം ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പ്രിൻസിപ്പാൾ സുധീർ M, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആന്റണി ജോസ്, MPTA പ്രസിഡന്റ് അജിത് കുമാരി K, സീനിയർ അസിസ്റ്റന്റ് ഡിംപിൾ K സണ്ണി, NSS പ്രോഗ്രാം ഓഫീസർ സ്വപ്ന TS എന്നിവർ സംസാരിച്ചു. മാള ക്ലസ്റ്ററിലെ NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ നോട്ട് ബുക്ക് ചലഞ്ചിലൂടെയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടകരയിലെ വളണ്ടിയർമാർ ഭക്ഷണ സ്റ്റാളുകൾ നടത്തിയും സമാഹരിച്ച തുകയാണ് ഇതിനായി ഉപയോഗപ്പെടുത്തിയത്. ഏറ്റവും സന്തോഷകരമായ കാര്യം അപ്പോൾ മാള ക്ലസ്റ്ററിലെ NSS വളണ്ടിയർമാർ, അതിന്റെ കൊടകര BRCയിലെ നാഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ NSS വളണ്ടിയർമാരും ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനം ഇനിയും ഏറെ മാതൃകാപരമായി മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹം. ഇങ്ങനെയാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ കരുണ വളരുക, നന്മയുണ്ടാവുക, സ്നേഹം വളരുക. ഇതെല്ലാം ചേർന്ന് ഒരു ഉദാത്തമായ മാനവികത നമുക്ക് ഉണ്ടാകും. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ
അതിനൊന്നും ഒരു വാചകങ്ങളോ തലക്കെട്ടുകളോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അങ്ങനെയൊന്നും അവരെ അഭിസംബോധന ചെയ്യാൻ പാടില്ല. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ 1993 SSLC എഴുതിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ കൂട്ട് 93ന്റെ ഓണാഘോഷം കലാഭവൻ ജയൻ ഉദ്ഘാടനം ചെയ്തു. 3 പതിറ്റാണ്ട് മുൻപ് പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഫോട്ടോയും വ്യക്തിഗത വിവരങ്ങളും അടങ്ങിയ കൂട്ട് 93 സ്മരണിക കഥാകൃത്ത് MG ബാബു പ്രകാശനം ചെയ്തു. കേരള സ്കൂൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സ്മരണിക പ്രകാശനം ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റ് ബോബി അധ്യക്ഷനായിരുന്നു. ഫാദർ ലിജോ പോൾ പറമ്പത്ത്, VM ടെൻസൺ, സ്കൂൾ ഹെഡ്മാസ്റ്റർ MT ജെയ്സൺ, ജോർജ് കാളിയൻ, VR മുരുകേഷ്, ഷാജു ഐനിക്കാലത്ത്, ജസീന്ത, ജിയോ കരിപ്പായി, വിനു സജീവ്, സെബി വട്ടോലി എന്നിവർ സംസാരിച്ചു. പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ 93 SSLC നിങ്ങൾ എഴുതി, അപ്പോൾ അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞോളം ആ വയസ്സിനനുസരിച്ചുള്ള കാര്യമല്ല. ഒരു 30 വയസ്സുകാരൊക്കെ ചെയ്യാവുന്ന, അല്ലെങ്കിൽ ആ കാലഘട്ടം യുവജനങ്ങൾ ഓടിയടക്കുന്ന പോലെ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പ്രായത്തിനേക്കാൾ ഉപരി നിങ്ങളുടെ മനസ്സിൽ ചെറുപ്പം സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു കൂട്ടായ്മയും ഇതിനുമായി ബന്ധപ്പെട്ട് ഇവിടെ ആളുകൾ എത്തിക്കാൻ കഴിയുന്നത്. നമ്മൾ പഠിക്കുന്ന സ്കൂളിലെ ബെല്ലുകൾക്ക് നമുക്ക് ഓരോ വികാരങ്ങളുണ്ടായിരുന്നു. ചില ബെല്ലുകൾ തിങ്കളാഴ്ച ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7000 രൂപ, പവന് 56,000 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തൃശൂർ ക്ലസ്റ്റർ തല ചാരെ പദ്ധതിയുടെ ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചു. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ചു. കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടത്തിവരുന്ന ചാരെ എന്ന തനത് പദ്ധതിയുടെ ഭാഗമായി കൊടകര BRCക്ക് കീഴിൽ വരുന്ന ഭിന്നശേഷി കുട്ടികൾക്കും ഓട്ടിസം കേന്ദ്രത്തിനും ആവശ്യമായ സഹായ സഹകരണങ്ങൾ മാള ക്ലസ്റ്റർ തലത്തിൽ കൈമാറി. ആളൂർ SNV HSSലെ 1955-86 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഒരു വട്ടം കൂടി കൂട്ടായ്മയുടെ 3ാമത് വാർഷികവും കുടുംബസംഗമവും നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.